ഗുഡ് മോർണിംഗ് ഓൾ. ഞാനിന്ന് ഡിഫറൻഷ്യേറ്റഡ് അസസ്മെൻറ്റും പിന്നെ കൾച്ചറലി റെസ്പോൺസീവ് അസസ്മെൻറ്റിനെയും പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് ഡിഫറൻഷ്യേറ്റഡ് അസസ്മെൻറ്റിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. നമ്മളൊരു ക്ലാസ്സിലെടുക്കുന്ന സമയത്ത് ഓരോ കുട്ടികൾക്കും അവരുടേതായിട്ടുള്ള യുണീക്കായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും, ഡിഫറെൻ്റ് ആയിട്ടുള്ള ലേണിംഗ് മെത്തേഡ്സ് ഉണ്ടാവും. അങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാവും, യുണീക്കായിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ടാവും. അവരുടെ ലേണിംഗ് സ്റ്റൈലൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ഒരു കുട്ടീനെ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ അതിന് ഒരു അസസ്മെൻറ്റ് മെത്തേഡ് വേണം. അങ്ങനെ ഒന്നാണ് ഈ ഡിഫറൻഷ്യേറ്റഡ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഇതിൽ ടീച്ചേഴ്സ് ആദ്യം എന്താണ് ഒരു കുട്ടീനെ പറ്റിയിട്ടുള്ള ഡാറ്റ, ആ കുട്ടീനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡാറ്റ ടീച്ചേഴ്സ് എക്വയർ ചെയ്തിട്ട് ഓരോരോ സോഴ്സിൽ നിന്ന് എക്വയർ ചെയ്തിട്ട് അവരുടെ ലേണിംഗ് നീഡ്സ് എന്തൊക്കെയാണ്, അവരുടെ ലേണിംഗ് സ്ട്രെങ്ത്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കും, ആ കുട്ടിയുടെ ഡാറ്റാസ് ഗ്യാദർ ചെയ്തിട്ട്. അതാണ് ഈ ഡിഫറൻഷ്യേറ്റഡ് അസസ്മെൻറ്റിൽ നടക്കുന്ന ഫസ്റ്റ് കാര്യം. അപ്പം ആ ഒരു കുട്ടീനെ മനസ്സിലാക്കിയിട്ട് കുട്ടിക്ക് എന്താണോ ആവശ്യം എന്നുള്ളത് അത് നമ്മൾ ടീച്ചേഴ്സ് ആദ്യം മനസ്സിലാക്കിയിട്ട് അതാണ് കുട്ടികൾക്ക് കൊടുക്കുക ഡിഫറൻഷ്യേറ്റഡ് അസസ്മെൻറ്റ് മെത്തേഡിൽ അസസ് ചെയ്യുന്ന സമയത്ത്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ കുട്ടി ഇപ്പം ഒരു സ്റ്റുഡൻറ്റിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ സ്റ്റുഡൻറ്റിൻ്റെ കറണ്ടായിട്ടുള്ള എന്തൊക്കെ നോളജാണ് ആ സ്റ്റുഡൻറ്റിനുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ അവരുടെ അണ്ടർസ്റ്റാൻഡിങ്സ്, എബിലിറ്റീസ്, സ്കിൽസ് കറണ്ടായിട്ട് സ്കിൽസാണോ അല്ലെങ്കിൽ എന്തൊക്കെ നോളജാണോ അവരുടെ അടുത്തുള്ളത് ആ നോളജ് യൂസ് ചെയ്തിട്ടാണ് അസസ് ചെയ്യുക. ഈ ഡിഫറൻഷ്യേറ്റഡ് അസസ്മെൻറ്റിൻ്റെ നമ്മൾ കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്തത് ആ കുട്ടിക്ക് കറണ്ടായിട്ട് എന്തൊക്കെ നോളജാണോ ഉള്ളത് അല്ലെങ്കിൽ എന്തൊക്കെ സ്കിൽസാണോ ഉള്ളത് ഇതിൻ്റെയൊക്കെ ബേസിലാണ് ആ കുട്ടീനെ നമ്മൾ അസസ് ചെയ്യുക. പിന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ കുട്ടിക്കും അവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ടാകും. അപ്പോൾ ഈ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഡിഫറൻഷ്യേറ്റഡ് അസസ്മെൻറ്റിൽ കുട്ടീനെ ഇവാലുവേറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പ്രീ അസസ്മെൻറ്റ് ഉണ്ട്, ഫോമാറ്റീവ് അസസ്മെൻ്റ് ഉണ്ട്, സമ്മേറ്റീവ് അസസ്മെൻ്റ് ഒക്കെ ഉണ്ട് ഈ നമ്മുടെ ഡിഫറൻഷ്യേറ്റഡ് അസസ്മെൻറ്റിൽ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ തമ്മിലുള്ള ഡിഫറൻസസ് കൺസിഡർ ചെയ്യും. പിന്നെ ഒരു അസസ്മെൻറ്റ് മെത്തേഡ് അല്ലാണ്ട് വെറൈറ്റി ആയിട്ടുള്ള അസസ്മെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യുക. അതുപോലെ കുട്ടിക്ക് ഇൻഫർമേഷൻസ് കുട്ടീനെ പറ്റിയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതൊരു ലേണർ സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. പിന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ക്ലാസ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ ഡിഫറൻഷ്യേറ്റഡിൻ്റെ അകത്ത് ഇപ്പം ഒക്കെ ഇൻക്ലൂസീവ് ക്ലാസ് വരുന്നുണ്ട്. അപ്പം എല്ലാ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ്, ഗിഫ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ്, പിന്നെ അങ്ങനെ ഓരോ പല സ്റ്റുഡൻസിനെയും കൂടി ഒരുമിച്ച് ഇരുത്തിയിട്ട് ഇൻക്ലൂസീവ് ടൈപ്പ് ഓഫ് ക്ലാസ്സാണ്. ഇപ്പം ഇൻക്ലൂസീവ് ടൈപ്പ് ഓഫ് ക്ലാസ് ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്ലാസ്സിലൊക്കെ വരുന്ന സമയത്ത് ഡിഫറൻഷ്യേറ്റഡ് അസസ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ അധികമാണ്. പിന്നെ ഇതിൽ മെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ലേണിംഗ് സ്റ്റൈൽസ് ആയിരിക്കും. അപ്പോൾ ആ ലേണിംഗ് സ്റ്റൈൽസിൽ കൂടി കുട്ടിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടീൻ്റെ ആ ഒരു നീഡ് ഇത് സാറ്റിസ്ഫൈ ചെയ്യും. പിന്നെ കുട്ടികളുടെ യൂണീക്കായിട്ടുള്ള നീഡ്സ് മനസ്സിലാക്കാനും അവർക്ക് തന്നെ മനസ്സിലാക്കാനും ഈ ഡിഫറൻഷ്യേറ്റഡ് അസസ്മെൻറ്റിൽ കൂടി സാധിക്കും. പിന്നെ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു റെമഡിയൽ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ കുട്ടികൾക്ക് അവരുടെ തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഡിഫറൻഷ്യേറ്റഡ് അസസ്മെൻറ്റിൽ കൂടി സാധിക്കും. പിന്നെ ഇത് കുട്ടികളിലുള്ള ക്രിയേറ്റിവിറ്റി സ്റ്റിമുലേറ്റ് ചെയ്യാനും പിന്നെ അവരുടെ ലെവൽ ഓഫ് തിങ്കിങ് ഒരു ഹയർ ലെവൽ ഓഫ് തിങ്കിങ്ങിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും ഈ ഡിഫറൻഷ്യേറ്റഡ് അസസ്മെൻറ്റ് സഹായിക്കും. പിന്നെ പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി ടു ഗിവ് അഡ്വൈസ് അക്കോർഡിംഗ് ടു ദ സ്പെസിഫിക് നീഡ്സ് ഓഫ് ദ സ്റ്റുഡൻറ്റ്. അപ്പം ഓരോ കുട്ടിക്കും അവരുടേതായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള നീഡ്സ് ഉണ്ടാവും. ആ സ്പെസിഫിക് നീഡ്സിൻ്റെ അക്കോർഡിംഗ് ആയിട്ട് കുട്ടികൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ വേണ്ടിയിട്ട് ഡിഫറൻഷ്യേറ്റഡ് അസസ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യും. ഇനി ഇതിൽ വരുന്ന ഡീമെറിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ഇത് ടൈം കൺസ്യൂമിംഗ് ആണ്, പിന്നെ ഓർഗനൈസ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്, പിന്നെ ഈ ഗിഫ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്, കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്.
പിന്നെ സമ്മേറ്റീവ് അസസ്മെൻറ്റ് ഇതിൽ സക്സസ്ഫുള്ളായിട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം അത് സെപ്പറേറ്റ് ആയിട്ട് വേണം സമ്മേറ്റീവ് അസസ്മെൻറ്റ്സ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനും കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പിന്നെ ഇൻഡിവിജ്വലൈസേഷൻ ഉണ്ടാക്കുന്ന സമയത്ത് അത് ചിലപ്പോൾ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. ഓരോരോ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ഓരോ ക്ലാസ്സിലും ഇൻഡിവിജ്വലൈസേഷൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അതിനും കുറച്ച് പിന്നെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അടുത്തതാണ് കൾച്ചറലി റെസ്പോൺസീവ് അസസ്മെൻറ്റ്. കൾച്ചറലി റെസ്പോൺസീവ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടിയും ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഓരോ കുട്ടിക്കും അവരുടേതായിട്ടുള്ള കൾച്ചർ ഉണ്ടാവും. അവരുടെ ബാക്ക്ഗ്രൗണ്ട്സ്, ലിവിങ് ബാക്ക്ഗ്രൗണ്ട്സ്, അവരുടെ ലിവിങ് എൻവയോൺമെൻറ്റ് അതൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് കുട്ടീനെ അസസ് ചെയ്യുന്നതാണ്. അങ്ങനത്തെ ഒരു മെത്തേഡാണ് ഈ കൾച്ചറലി റെസ്പോൺസീവ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് പിന്നെ മറ്റുള്ള കുട്ടികൾക്കും നമുക്ക് ആ ഒരു എക്സ്പോഷർ കിട്ടും. ഇങ്ങനെ ഓരോ വ്യത്യസ്തമായിട്ടുള്ള കൾച്ചേഴ്സിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ടാകുന്ന സമയത്ത് നമുക്ക് ആ ഒരു കൾച്ചറൽ എക്സ്പോഷർ കുട്ടികൾക്ക് കിട്ടും. അതുപോലെ തന്നെ ടീച്ചേഴ്സിനും ആ ഒരു കൾച്ചർ റെസ്പെക്റ്റ് ചെയ്തിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുട്ടീനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. പിന്നെ ഇതിൽ ഇവാലുവേഷൻ്റെ സമയത്ത് കുട്ടീൻ്റെ ഇമിഗ്രേഷൻ, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, പിന്നെ കുട്ടീൻ്റെ ഹിസ്റ്ററി ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ഇവിടെ ഇവാലുവേഷൻ നടക്കുക. പിന്നെ ഇറ്റ് റിക്വയർസ് ഇൻറ്റഗ്രേഷൻ ഓഫ് കൾച്ചറലി സെൻസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഇവിടെ കൾച്ചറലി സെൻസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ്, നോളജ്, സ്കിൽസ്, ഇൻ്റർവെൻഷൻ സ്ട്രാറ്റജീസ്, ഇവാലുവേഷൻ പ്രാക്ടീസ് ഇതൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് കുട്ടീനെ അസസ് ചെയ്യുക. പിന്നെ ടു ഡിറ്റർമിൻ അപ്രോപ്രിയേറ്റ് ഇൻ്റർവെൻഷൻ ടെക്നിക്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഡിസൈൻ ടു മെഷർ മൾട്ടി കൾച്ചറൽ ക്ലാസ്. അപ്പം ഇതിൻ്റെ അകത്തുള്ള സ്ട്രാറ്റജീസും ഓരോ മെത്തേഡ്സും ഒക്കെ ഡിസൈൻ ചെയ്തത് ഒരു മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ളൊരു ക്ലാസ് റൂമിലെ കുട്ടീനെ എങ്ങനെ അസസ് ചെയ്യാം അങ്ങനത്തെ സ്ട്രാറ്റജീസും ഐഡിയാസും മെത്തേഡ്സും ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് കുട്ടികളെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. പിന്നെ ഇതിലെ ഫീച്ചേഴ്സാണ് ഫ്ലെക്സിബിലിറ്റി, ഇത് ഫ്ലെക്സിബിളാണ്. പിന്നെ ഇതിൽ കൊളാബറേഷൻ ഉണ്ട്. പിന്നെ സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ഡിസ്ക്ലോഷനാണ്. റോട്ട് മെമ്മറൈസേഷൻ അവോയ്ഡ് ചെയ്യും. അതുപോലെ തന്നെ സെൽഫ് ഓതേർഡ് നറേറ്റീവ്സ് ആണ്. പിന്നെ ഇതിൻ്റെ മെറിറ്റ്സ് ഹെൽപ്സ് ടീച്ചർ പ്രിപ്പയർ ഫോർ ഇഫക്റ്റീവ് ഫെസിലിറ്റേഷൻ ഓഫ് ലേണിംഗ് ഫോർ എവറി സ്റ്റുഡൻറ്റ്. ഇപ്പോൾ ഓരോ കുട്ടീൻ്റെയും എഫക്റ്റീവായിട്ടുള്ള ഫെസിലിറ്റേറ്റീവ് ലേണിങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ അസസ്സിങ് വിത്ത് കോണ്ടെക്സ്റ്റ് ഓഫ് കൾച്ചർ. അപ്പോൾ ഇതിൻ്റെ അകത്ത് അസസ് ചെയ്യുന്ന സമയത്ത് കുട്ടീൻ്റെ കൾച്ചറിൻ്റെ കോണ്ടെക്സ്റ്റിലാണ് അവിടെ സ്റ്റുഡൻറ്റിനെ അസസ് ചെയ്യപ്പെടുന്നത്. പിന്നെ മേക്സ് അസസ്മെൻറ്റ് സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആൻഡ് ഇൻക്ലൂസീവ് ഓഫ് സ്റ്റുഡൻറ്റ് എക്സ്പീരിയൻസ്. അസസ്മെൻറ്റ് സ്റ്റുഡൻറ്റ് സെൻറ്റേർഡും ആയിരിക്കും. പിന്നെ സ്റ്റുഡൻറ്റ് എക്സ്പീരിയൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും അസസ്മെൻറ്റ് നടത്തുക. പിന്നെ പ്രൊവൈഡ് അപ്രോപ്രിയേറ്റ് സ്ട്രാറ്റജീസ് ടു മെഷർ മൾട്ടി കൾച്ചറൽ ക്ലാസ് റൂം. ഇതിൻ്റെ അകത്തുള്ള മെത്തേഡ്സ് ഒരു മൾട്ടി കൾച്ചറൽ ക്ലാസ് റൂമിനെ എങ്ങനെ അസസ് ചെയ്യാമെന്നുള്ള അതിന് വേണ്ടിയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെത്തേഡ്സും മെഷേഴ്സും ഒക്കെയാണ്. അതൊക്കെ യൂസ് ചെയ്താണ് ഇതിൻ്റെ അകത്ത് ഇവാലുവേറ്റ് ചെയ്യുക കുട്ടീനെ. പിന്നെ എഫക്റ്റീവ് ഫീഡ്ബാക്ക് ടു സ്റ്റുഡൻസ്. പിന്നെ അസസ്മെൻറ്റ് ഇമ്പാർഷ്യലും ഫെയറുമാക്കും. ഇതിൽ വരുന്ന ഡീമെറിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൾട്ടാണ്. പിന്നെ ടീച്ചർക്ക് കുട്ടീനെ പറ്റിയിട്ട് ഡീപ്പായിട്ടുള്ള നോളജ് വേണം. പിന്നെ വേറൊരു കാര്യം, ഈ ടീച്ചർ ആ ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ടീച്ചറും ആയിരിക്കണം. പിന്നെ എക്സ്പീരിയൻസും വേണം. ടീച്ചർക്ക് നല്ല സ്കില്ലും വേണം, നല്ല എക്സ്പീരിയൻസ് വേണം. എന്നാലേ ഈ അസസ്മെൻറ്റ് സക്സസ്ഫുള്ളായിട്ടും ഒരു നല്ല ഫീഡ്ബാക്കും നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഇത് ഒരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതാണ് കൾച്ചറലി റെസ്പോൺസീവ് അസസ്മെൻറ്റ്. താങ്ക് യു.